അമേരിക്കയുമായി ആണവ ചർച്ചകൾക്ക് തയ്യാറെന്ന ഇറാൻ. ഇസ്രായേൽ ആക്രമണം ശക്തമായതോടെയാണ് സമവായത്തിന്റെ വഴിയിലേക്ക് ഇറാൻ നീങ്ങുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ പുതിയ മേധാവിയെയും കൊലപ്പെടുത്തി. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കും കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇസ്രയേൽ യുദ്ധം കടുപ്പിച്ചതോടെ ഡൊണാൾഡ് ട്രംപും ഇറാനെ കൃത്യമായ മുന്നറിയിപ്പ് നൽകി. ഇറാൻ യുദ്ധം ജയിക്കില്ല, ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും ട്രംപ് G7 സമ്മേളനവേദിയിൽ പറഞ്ഞു. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ തകർന്നതായി അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസി അറിയിക്കുന്നുണ്ട്. നെറ്റാൻസ് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലെ 15,000-ഓളം സെൻട്രിഫ്യൂജുകൾ തകർന്നതായാണ് റിപ്പോർട്ട്. ഫോർഡോ ആണവ കേന്ദ്രത്തിലും നാശനഷ്ടമുണ്ടായി. ഇസ്രയേൽ ശക്തമായ ആക്രമണം ഈ ആണവ നിലയങ്ങൾക്ക് നേരെ നടത്തിയിരുന്നു. ആണവ നിലയത്തിൽ രാസമാലിന്യം കലരുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തു. ആണവ കേന്ദ്രത്തിലേക്കുള്ള വൈദ്യുതി ബന്ധം നിലച്ചതാണ് സെൻട്രിഫ്യൂജുകൾ തകരാൻ കാരണമെന്നാണ് നിരീക്ഷണം. ഗോലാൻ കുന്നുകളിൽ ഇറാൻ അയച്ച ഡ്രോണുകൾ ഇസ്രയേൽ തകർത്തു. വടക്കൻ ഇസ്രയേൽ മേഖലയിലെത്തിയ 5 ഡ്രോണുകൾ ഇന്നലെ തകർത്തിരുന്നു. ഇസ്രയേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ സ്വയരക്ഷയ്ക്ക് എന്നാണ് UN സുരക്ഷാ കൗൺസിലിന് ഇറാൻ നൽകുന്ന വിശദീകരണം. IRGC കമാൻഡറെ വധിച്ച് ഇസ്രയേൽ ഇറാനെ കനത്ത ആഘാതം ഉണ്ടാക്കിയിരിക്കുകയാണ്. അയത്തുള്ള അലി ഖമേനിയുടെ ഏറ്റവും അടുത്ത അനുയായിയായ അലി ഷദ്മാനിയെയാണ് വധിച്ചത്. നേരത്തെ മേധാവിയായിരുന്ന അലി റാഷിദിനെ വധിച്ചതിന് ശേഷമാണ് ഷദ്മാനി IRGCയുടെ മേധാവിയായത്. അയത്തുള്ള ഖമേനി ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇറാൻ ബങ്കറിൽ ഒളിപ്പിച്ചു കഴിഞ്ഞു. G7 രാജ്യങ്ങൾ ഉൾപ്പെടെ സമാധാന നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്നുമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.